എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനുജ് പറയാം, എന്നോട് പോലും ഒരു വാക്ക് ചോദിക്കാതെയാ പെയിന്റ് ഒക്കെ ഇവിടെ എടുത്തിരിക്കുന്നു പറയണം. ഇത് കേട്ടപ്പോ അനുശ്രീ പറഞ്ഞു, അതെ അതോർത്ത് ചേച്ചി വിഷമിക്കണ്ട കേട്ടോ. എന്നോടും അച്ഛൻ ചോദിച്ചില്ല, എന്താണെന്നറിയാവോ, ഞാനേ ക്ലാസ്സിൽ പോയിരിക്കുമായിരുന്നു, അതുകൊണ്ടായിരുന്നു പറയാം. പക്ഷെ അങ്ങനെയല്ലോ, എന്നോടൊന്ന് ഫോൺ വിളിച്ച് ചോദിക്കായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അനുജ ഇങ്ങനെ പരിഭവപ്പെടുവാണ്. ആ സമയത്ത് മീനാക്ഷി പറഞ്ഞു, എന്നാലും ഏത് കളറായിരിക്കും അച്ഛൻ എടുത്തിട്ടുണ്ടായിരിക്കുക, നമ്മൾ പറഞ്ഞ കളറൊക്കെ ആണോ ആനന്ദേട്ടാന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും ആനന്ദ് പറഞ്ഞു, അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്ന് പറയണം. ധർമ്മം പറഞ്ഞു, കൊള്ളാം, അളിയനല്ലേ, ഏത് കളർ എടുത്തെന്ന് ഇപ്പൊ തുറന്നു നോക്കി അറിയാന്ന് പറയണം. അപ്പോഴേക്കും ബാലൻ അങ്ങോട്ട് ഇറങ്ങി വന്നു. ആർക്കാ കളർ ഏതെന്ന് അറിയണ്ടേ? അതെ, ഞാൻ എടുത്തിരിക്കുന്ന കളർ ഇപ്പൊ അടിച്ചിരിക്കുന്ന കളർ തന്നെയാന്ന് പറയണേ. അടിച്ചിരിക്കുന്ന കളറോ? അതെന്തിനാ ആ കളർ തന്നെ എടുത്തേ? അതെന്താ ആ കളർ എടുത്താ കുഴപ്പമുണ്ടോ? ഞാനും ഗോമതിയും കൂടെ സെലക്ട് ചെയ്താ നേരത്തെ അടിച്ച കളറായത്, ഇതങ്ങനെ മാറ്റാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് കേട്ടത് അനുസരി പറഞ്ഞു, അന്നെങ്കിൽ പിന്നെ പെയിന്റ് അടിക്കായിരുന്നാ പോരാ അച്ഛാ, എന്തിനാ ആ കളർ തന്നെ വീണ്ടും അടിക്കണേന്ന് ചോദിക്കാം. ധർമ്മം പറഞ്ഞു, ആ പറഞ്ഞു ശരിയാണ്, പെയിന്റ് അടിക്കായിരുന്നൂടെ, വെറുതെ എന്തിനാ? അതെ, വീട് മുഷിഞ്ഞാനാണ് പെയിന്റ് അടിക്കുന്നത്, മനസ്സിലായാലോ, അല്ലാതെ കളർ മാറ്റാനല്ലെന്ന് പറയാം. ഇത് കേട്ടതും മീനാക്ഷി വേണ്ടിയിരുന്നില്ല, വെറുതെ നമ്മൾ ഓരോ കളറൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഈ കളർ തന്നെ വീണ്ടും അതിന്റെ മണ്ടക്കിലേക്ക് കൊണ്ട് അടിച്ചു വെക്കാനാണെങ്കിൽ ഇതിന്റെ ഒരു കാര്യമില്ലല്ലോ. ബാലൻ പറഞ്ഞു, ഞാൻ പറയുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ധർമ്മം പറഞ്ഞു, അത് വേണമായിരുന്നോ അളിയാ, ഈ കളർ നമുക്ക് മാറ്റി വേറെ കളർ അടിക്കുന്നതല്ലായിരുന്നു അതിന്റെ ഭംഗി. അതെ, കൂടുതൽ ഭംഗിയൊന്നും ഇവിടെ ആരും നോക്കണ്ടെന്ന് പറയാം. ഇത് ഞാൻ പണിത വീടാ, എന്റെയും ഗോമതിയുടെ ഇഷ്ടത്തിന്. അപ്പൊ ഈ വീടിന് ഏത് കളർ അടിക്കും ഞങ്ങൾ തീരുമാനിക്കും. ഇനിയിപ്പം നിങ്ങൾക്കൊക്കെ വേറെ കളർ അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വീട് വെച്ചിട്ട് അതിനങ്ങനെ അടിച്ചോ, നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കളർ മുറിക്കും കാര്യങ്ങൾക്കും എല്ലാം അടിച്ചോ. ഇപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ കളർ ഇവിടെ അടിക്കാൻ പോകുന്നുള്ളെന്ന് പറയാം. അനുജ പറഞ്ഞു, അച്ഛൻ പറഞ്ഞ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ശരി, ഈ കളറിന് എന്താ കുഴപ്പം, നല്ല അടിപൊളി കളറല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ബാലൻ പറഞ്ഞു, അങ്ങനെ പറ മോളെ എന്നും പറഞ്ഞിട്ട് ബാലൻ പറഞ്ഞു, എന്നാ ശരി ഞാൻ കടയിലേക്ക് പോട്ടെ എന്നും പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ടേക്ക് പോവാണ്. ബാലൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും അനുജ പറഞ്ഞു, എന്തൊക്കെയായിരുന്നു ഇവിടെ, ചിലരൊക്കെ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ഇപ്പൊ എല്ലാവർക്കും സമാധാനമല്ലേ, അച്ഛൻ പറയുന്ന പോലെ തന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ, അല്ലാതെ വേറൊന്നും നടക്കില്ല എന്ന് പറയണം. നേരത്തെ ഞാൻ ഈ വീട്ടിൽ വന്നു കഴിയുമ്പോ ഇത്രയും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഈ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോ ദേവമംഗലാണോന്ന് പറഞ്ഞ് എനിക്ക് തോന്നിപ്പോവാന്ന് പറയണം. ആരും പറഞ്ഞു, എന്താ അനുചേച്ചി അങ്ങനെ തോന്നാൻ കാരണം? അല്ല, ഇവിടെ ഇപ്പൊ പെടക്കോഴിയല്ലേ കൂവിക്കൊണ്ടിരിക്കുന്ന ദേവമംഗലത്ത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മീനാക്ഷി മിത്രനെ നോക്കണം. അവർക്ക് മനസ്സിലായി തങ്ങൾക്കിട്ടുള്ള പണിയാന്നുള്ള കാര്യം. പെട്ടെന്ന് മിത്ര പറഞ്ഞു, അതെ, ഈ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ തന്നെ ശത്രു എന്ന് പറഞ്ഞാൽ എത്ര കറക്റ്റാ അല്ലേ, അടിച്ചമർത്താനായിട്ട് പെണ്ണുങ്ങള് മുമ്പിൽ നിൽക്കുമെന്ന് പറയണം. ഇത് കേട്ട അനുസരിച്ച് പറഞ്ഞു, ആ കാര്യത്തിൽ ചേച്ചി പറഞ്ഞ കറക്റ്റ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ അനുചേച്ചി ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്നതിന് പകരം അച്ഛന്റെ കൂടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുവാണ്. ഈ സമയം ബാലൻ കടയിലേക്ക് ചെല്ലുക. അപ്പൊ രാമേട്ടൻ ചോദിച്ചു, ബാല നീ ഇന്ന് കടയിലേക്ക് വന്നോന്ന് ചോദിക്കുക. എന്താ, വീട്ടിൽ തിരക്ക് പിടിച്ച പണികളൊക്കെ നടക്കുമല്ലേ, പെയിന്റ് അടിയായി മുറി പിടിക്കലായി അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, അപ്പൊ നീ ഇവിടെ കടയിൽ വന്നിരുന്ന എങ്ങനെ കാര്യങ്ങളൊക്കെ ശരിയാന്നേ? അതിനവിടെ മക്കളൊക്കെ ഇല്ലേ, പിന്നെന്താ കുഴപ്പം, എന്നാലും നിന്റെ ഒരു മേൽനോട്ടം വേണ്ടേ? ഓ അതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ല, പെയിന്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തോ? അതൊക്കെ ഞാൻ നേരത്തെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. നീയോ? അതെ, ഞാൻ കളർ സെലക്ട് ചെയ്തു. അല്ല ബാല, അത് പിന്നെ അവരോടും കൂടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കണ്ടായിരുന്നു. എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല, അവരോട് അഭിപ്രായം ചോദിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയണം. അല്ലെങ്കിൽ തന്നെ ഇത് ഞാൻ പണിത വീടാ, എന്റെ ഗോമതി ഇഷ്ടത്തിന് പണിത വീടാ, അതിലിപ്പോ അവരുടെ അഭിപ്രായം ചോദിക്കാൻ കളർ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയാം. എടാ ബാല, എന്തൊക്കെ പറഞ്ഞാലും അവരും കൂടെ അവിടെ താമസിക്കുന്നവരല്ലേ, അപ്പൊ അവരുടെ അഭിപ്രായം കൂടെ മാനിക്കണ്ടേ? അതിന്റെ കാര്യമൊന്നുമില്ല രാമേട്ടാ, ഞാൻ എവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ, അപ്പൊ എന്റെ ഇഷ്ടത്തിന് വേണം കാര്യങ്ങളൊക്കെ പോകാനായിട്ട്. ഒരു കാര്യം ചെയ്യ ബാല, നീ ഇവിടെ കടയിൽ ഇരുന്നിട്ട് കാര്യമില്ല, വീട്ടിലേക്ക് ചെല്ല, അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലോ, അവര് തന്നെ അവിടെ അടിച്ചോണ്ടിരിക്കുമല്ലോ നിൽക്കും. ശരി എന്നാ രാമേട്ട, കടയിലെ കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ട് ബാലൻ എന്ത് ചെയ്യുവാണ്, നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ്. ആ സമയം ധർമ്മം പെയിന്റ് കളിക്കൊണ്ടിരിക്കുകയാണ്. പെയിന്റ് കളിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ആനന്ദ് പറഞ്ഞു, പെട്ടെന്നാട്ടെ ധർമ്മം മാമ, നമുക്ക് പെയിന്റ് അടി എത്രയും പെട്ടെന്ന് തുടങ്ങാന്ന് പറയണം. അങ്ങനെ പെയിന്റ് ഒക്കെ കലക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞു, അതെ എന്നെ ഈ കൂട്ടത്തിലൊന്ന് കൂട്ടണമെന്ന് പറയണം. പെട്ടെന്ന് ആര്യം പറഞ്ഞ, അതെന്താ അളിയാ അങ്ങനെ പറഞ്ഞേ? ഓ എനിക്കാണെങ്കിൽ എന്താന്ന് അറിയത്തില്ല, നല്ല വിശപ്പുണ്ട്, ഞാൻ പോയിച്ചൊരു ഫുഡ് കഴിക്കട്ടെ എന്ന് പറയണം. ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, അതെ ചെല്ല് പഴങ്കഞ്ഞി ഇരിപ്പുണ്ടെന്ന് പറയണം. എന്താ പറഞ്ഞേ? അല്ല പഴങ്കഞ്ഞി ചിലപ്പോ കാണുമായിരിക്കും എന്ന് പറഞ്ഞാ.
പഴങ്കഞ്ഞി കിട്ടുന്ന ആട്ടെ നമ്മളെ അകത്തേക്ക് കയറി ഓടുകയാണ്. ഒരു കാന്താരി മുളകും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഈ സമയം അനുജ പറഞ്ഞു, എന്റെ ദൈവമേ എന്ത് ചെയ്യാനാ. അകത്തേക്ക് എന്നിട്ട് അവിടെ നിന്ന് ശ്രീകാന്ത് വിളിക്കുകയാണ്. വിളി കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അനുജ അങ്ങോട്ടേക്ക് പോവാണ്. കൊള്ളാം, നല്ല ബെസ്റ്റ് കെട്ടിയവനും കെട്ടിയോളും എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി മിത്ര അവരെല്ലാവരും കൂടെ ചിരിക്കുകയാണ്. അങ്ങനെ പെയിന്റ് അടിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങി. അങ്ങനെ പെയിന്റ് അടിക്കുകയാണ്. ഈ സമയത്ത് മീനാക്ഷി മിത്രം മാത്രം മാറി നിൽക്കുകയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർക്ക് സങ്കടമായിരുന്നു. കാരണം അവർ സെലക്ട് ചെയ്ത പെയിന്റ് ഒന്നും ബാലിന് എടുത്തില്ല. ബാലിന് ഇഷ്ടത്തിനുള്ള പെയിന്റ് ആണല്ലോ എടുത്തേ. ഈ സമയം ധർമ്മം പറഞ്ഞ് മാറി എന്നിട്ട് കാര്യമില്ല, അളിയന്റെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുള്ളൂ, നമ്മള് പിണങ്ങി ഇരുന്നിട്ടൊന്നൊരു കാര്യമില്ലെന്ന് പറയണം. അത് കേട്ടത് മീനാക്ഷി പറഞ്ഞു, ഞങ്ങൾക്ക് ആരോടും ഒരു പിണക്കവും പരിഭവവും ഒന്നും ഇല്ലാന്ന് പറയാം. ആ സമയത്ത് പഴങ്കഞ്ഞിയും കുടിച്ചോണ്ട് ശ്രീ പുറത്തേക്ക് ഇറങ്ങി വന്നേ. ശ്രീകാന്തിനെ കണ്ടു കഴിഞ്ഞപ്പം ധർമ്മം പറഞ്ഞു, ഓ കൊള്ളാം, വാ നിറച്ചും പഴങ്കഞ്ഞി ആയിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ്. അതെ അതെ, ഈ പഴങ്കഞ്ഞി കുടിക്കുന്നതിന്റെ സുഖം വേറെയാന്ന് പറയണം. ഇത് കേട്ടതും ആര്യം പറഞ്ഞു, അതല്ലേലും അങ്ങനെ തന്നെയാ, വീട്ടിൽ വന്ന് പഴങ്കഞ്ഞി കുടിക്കാനുള്ള യോഗം ഉള്ളവര് ശ്രീയേട്ടൻ തന്നെയാന്ന് പറയാണ്. അല്ലെങ്കിൽ പിന്നെ ഈ പഴങ്കഞ്ഞിയായിട്ട് ഇങ്ങനെ ഇരിക്കുമെന്ന് ചോദിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശ്രീകാന്തിനെ കളിയാക്കുക. പക്ഷെ ഇതാ അനുജയ്ക്ക് അത്രയും കൂടെ ഇഷ്ടപ്പെട്ടില്ല. അനുജ പറഞ്ഞു, അതെ എല്ലാരും കൂടി എന്റെ ഭർത്താവിനെ അത്ര കളിയാക്കുമൊന്നും വേണ്ടെന്ന് പറയാം. അതിനെ ആര് കളിയാക്കി? ഞങ്ങൾ ആരും കളിയാക്കില്ലെന്ന് ആകാശ് പറയാം. എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പൊ എന്താ കാര്യമെന്ന്. അച്ഛൻ പെയിന്റ് മാറ്റി എടുക്കാത്തതിന്റെ ദേഷ്യമല്ലേ, ഞാൻ എന്താണോ അച്ഛന്റെ കൂടെ നിൽക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുജ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് ബാലൻ വരുന്നത്. ബാലനെ കണ്ടതും ധർമ്മം വെറുതെ അളിയും വരുന്നുണ്ടെന്ന് പറയണം. പെട്ടെന്ന് എല്ലാവരും സ്പീഡപ്പ് ആക്കുവാണ് കാര്യങ്ങൾ. എല്ലാവരും പണി കോൺസെൻട്രേറ്റ് ചെയ്യണം. ഗോമതിയുടെ അടുത്തേക്ക് നിന്നിട്ട് ബാലൻ പറഞ്ഞു, എങ്ങനെയുണ്ട്, കൊള്ളാം അല്ലേന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ പാലയുടെ സെലക്ട് ചെയ്തല്ലേ, മോശമാവാൻ വഴിയുണ്ടോന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അനുശ്രീ വന്നിട്ട് പറഞ്ഞു, അല്ലച്ചാ ഈ പെയിന്റ് വേണ്ടായിരുന്നു, വേറെ പെയിന്റ് എടുത്താൽ മതിയായിരുന്നു. ഇപ്പൊ ഈ വീട് പുതിയതാക്കുന്നതിൽ എന്താ അർത്ഥം ഇരിക്കണേ? അതൊന്നും കുഴപ്പമില്ല അനുശ്രീ, ഇത് തന്നെ മതി, ഇതിലൊരു മാറ്റം വരുത്തേണ്ട കാര്യമില്ലെന്ന് പറയാം. അപ്പോഴേക്കും മീനാക്ഷിയും ഇത്ര ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ടു. അല്ല നിങ്ങൾ രണ്ടുപേരും എന്താ മാറി നിൽക്കണേ? ഒന്നുമില്ലച്ചാ. അത് കേട്ടോണെന്ന് അനുജ പറഞ്ഞു, അതെ പെയിന്റ് മാറ്റിയെടുക്കാത്തതിന്റെ ദേഷ്യം അവർക്ക് രണ്ടുപേർക്കും, അതുകൊണ്ടാ മാറി നിൽക്കണേന്ന് പറയണ. ആണോ മീനാക്ഷി നിൽക്കുക? അല്ലച്ചാ, ഒരു തലവേദന ഈ പെയിന്റിന് മണം കിട്ടിയിട്ടെ. ഓ അതാണോ കാര്യം? എല്ലാരും കൂടെ സഹായിച്ചാലേ പെട്ടെന്ന് പണികളൊക്കെ തീരുള്ളൂ, നിങ്ങളും കൂടെ കൂടാൻ പറയണേ. അങ്ങനെ മീനാക്ഷിയും മിത്രം കൂടെ അടിക്കാനായിട്ട് ചെല്ലുകയാണ്, പെയിന്റ് അടിക്കാനായിട്ട്. മിത്ര നേരെ ചെല്ലുന്ന ആരിന്റെ അടുത്ത് പോയി പെയിന്റ് അടിക്കാൻ നിൽക്കുകയാണ്. മീനാക്ഷി ആകാശിന്റെ അടുത്ത്. അങ്ങനെ പെയിന്റ് അടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മിത്ര ആരിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. കുറെ സമയം നോക്കി. പിന്നീട് ആരിനും ഇങ്ങനെ മിത്രയുടെ മുഖത്തേക്ക് നോക്കണം. അപ്പൊ മിത്ര ശ്രദ്ധിക്കുന്നുണ്ട് ആര്യൻ തന്നെ നോക്കുന്നതൊക്കെ. പിന്നീട് മിത്ര എന്ത് ചെയ്യണം, ഒരു തട്ട് കൊടുക്കണം ആര്യനിട്ട്. തിരിച്ച് ആര്യനും ഇട്ട് തട്ട് കൊടുക്കണം. അവരുടെ ഈ കുസൃതാരങ്ങളൊക്കെ ആസ്വദിച്ച് നിൽക്കണം ബാലനും ഗോമതിയും കൂടെ. രണ്ടുപേരുടെ കണ്ണിക്കട്ടി നോട്ടം, എല്ലാവരും കൂടെ ഒരു പ്രണയഭാവം ഉണ്ടായിരുന്നു അവരുടെ രണ്ടുപേരുടെ മുഖത്ത്. ആ സമയത്ത് ആകാശം മീനാക്ഷിയും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. രണ്ടുപേരും പെയിന്റ് അടിക്കുന്നുണ്ട്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. മീനാക്ഷിയോട്, ഓ എന്തൊക്കെയായിരുന്നു ചിലരുടെ അഹങ്കാരം, അവനവൻ സെലക്ട് ചെയ്യുന്ന കളർ അടിക്കുള്ളൂ, ഇപ്പൊ ആണ്ടെ ഇപ്പൊ അവനായി ശവമായെന്ന് പറഞ്ഞ പോലെ നിൽക്കുന്നുണ്ടല്ലേ, നാണം കിട്ടും. ഇത് കേട്ടപ്പോൾ മീനാക്ഷിക്ക് ദേഷ്യം വന്നു. മീനാക്ഷി ഇങ്ങനെ കട്ടക്കളിപ്പോടെ നിൽക്കുന്ന സമയത്ത് ആകാശ് ഇത്തിരി പെയിന്റ് മീനാക്ഷിയുടെ മൂക്കിലേക്ക് തേച്ചു. മൂക്കത്താ ചുണ്ടി, അതിപ്പോ ഞാൻ മാറ്റി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടും പഠിച്ചില്ല. മീനാക്ഷി എന്ത് ചെയ്യുവാണ്, ആ പെയിന്റ് ബ്രഷ് വെച്ച് ആകാശിന്റെ മുഖം മൊത്തം അങ്ങോട്ട് തേച്ചു വിടുവാണ്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചോണ്ട് ആകാശ്, അമ്മേ ഇത് കണ്ടോന്ന് ചോദിച്ചിട്ട് കരഞ്ഞോണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്. ആകാശിന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പം അവിടെ നിന്ന് എല്ലാവരും കൂടെ കൂടി നിന്ന് ചുറ്റും കൂടി നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ പെയിന്റിന്റെയും പരിപാടികളെല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ബാലൻ പറഞ്ഞു, എങ്ങനെയുണ്ട് ഇപ്പം, കൊള്ളാം അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടെന്ന് ധർമ്മം പറഞ്ഞു, കൊള്ളാം, ഇങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പം വരത്തില്ല, അടുത്ത തവണ വല്ല കോൺട്രാക്റ്റിനും കൊടുത്താൽ മതി, അല്ലാതെങ്കിൽ മനുഷ്യനൊന്ന് നടുപൊടിയൂന്ന് പറയണം. ബാലൻ പറഞ്ഞു, കല്യാണമൊക്കെ വരുമ്പോ ഇങ്ങനെയാ, എല്ലാരും കൂടെ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്ന് പറയാം. അതിന് കല്യാണം കഴിക്കുമ്പോൾ ഞങ്ങളല്ലോ ആനന്ദല്ലേന്ന് പറയണം. എന്താണ് ധർമ്മം നീ പറഞ്ഞേ? ഒന്നുമില്ലാന്ന് ധർമ്മം പറയണം. പിന്നീട് വൈകുന്നേരം ക്ഷേത്രത്തിലേക്ക് പോവാണ് ശ്രീദേവി ശ്രീകലയും കൂടെ. അങ്ങനെ ക്ഷേത്രത്തിൽ പോയി സംസാരിച്ചിരിക്കുന്ന സമയത്ത് ശ്രീദേവി പറഞ്ഞു, അമ്മേ നമ്മൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. എടി മോളെ, ഇന്ന് ആനന്ദ് നിന്നെ കാണാനായിട്ട് ക്ഷേത്രത്തിലേക്ക് വരും എന്ന് അമ്മയോട് ആരാ പറഞ്ഞേ? അതൊക്കെ വരും, ഞാൻ ഗോമതിയെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുമെന്ന്. അപ്പൊ കണ്ടോ, കല്യാണത്തിന് മുമ്പ് ഈ ആണൊക്കെ ഈ പെണ്ണുങ്ങളെ കാണാൻ ഭയങ്കര താല്പര്യമൊക്കെ ആയിരിക്കും, അതുകൊണ്ട് ഉറപ്പായിട്ടും ഇങ്ങോട്ടേക്ക് നിന്നെ കാണാൻ വരുമെന്ന് പറയാം. പോമ്മേ, അങ്ങനെ വരത്തൊന്നും ഇല്ലാന്ന് പറയണം, അന്ന് നമുക്ക് കാണാന്ന് പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആനന്ദും മീനാക്ഷിയും ഗോമതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. അവരെ കണ്ടു കഴിഞ്ഞപ്പത്തിനും സേലോ, ഞാഹ നിങ്ങളോ എന്ന് ചോദിക്കാണ്. അല്ല, ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ ക്ഷേത്രത്തിൽ വരാറുണ്ടെന്ന് പറയണ. ഇത് കേട്ടതും മീനാക്ഷി പെട്ടെന്ന് വെച്ചാൽ, അല്ല ആന്റിക്ക് സുഖമാണെന്ന് ചോദിക്കണം. സുഖമാ. ശ്രീദേവിക്കോ? എനിക്ക് സുഖമാന്ന് പറയണ. പിന്നീട് ശ്രീദേവി കുശലാന്വേഷണമൊക്കെ നടത്തുന്നുണ്ട്. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, സുഖമാണെന്നൊക്കെ ചോദിക്കുക. സുഖമാ മോളെ എന്നൊക്കെ പറഞ്ഞ് ശ്രീദേവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ അവര്
ഇച്ചിരി സംസാരിച്ചിരുന്നതിന് ശേഷം ശ്രീദേവിക്ക് ആ പടൊരു വീർപ്പുമുട്ടില്ല. ശ്രീദേവി പറഞ്ഞു ഞാൻ പ്രദക്ഷിണം വെച്ചിട്ട് വരാമെന്ന് പറയണ. ആ ഒരു ഗ്യാപ്പ് കിട്ടിയ ഉടനെ നേരെ ആനന്ദും ആ ഒപ്പം പോവാണ്. അങ്ങനെ അവർ പ്രദക്ഷിണം വെച്ച് ഇങ്ങനെ നടന്നു വരുവാണ്. ഈ സമയം ആനന്ദ് പറഞ്ഞു ഞാൻ ശ്രീദേവിനെ ഒന്ന് കാണണം ഓർത്തിരിക്കുവായിരുന്നു പറയാണ്. ശ്രീദേവി പറഞ്ഞു ഞാനും അതെ ആനന്ദേണ്ണനെ ഒന്ന് കാണണമെന്ന് കരുതി ഇരിക്കുവായിരുന്നു പറയാം. എന്താ? ഒന്നുമില്ല ചുമ്മാ. ആനന്ദേണ്ണൻ എന്നെ എന്തിനാ കാണണമെന്ന് പറഞ്ഞു ചോദിക്കും. ഒന്നുമില്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. എന്ത് കാര്യമാണെങ്കിലും പറഞ്ഞോ, ഇപ്പൊ പറഞ്ഞോളാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആനന്ദ് എന്ത് പറയണമെന്ന് അറിയില്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശ്രീദേവിന് തന്നെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.